കൃഷ്ണ കാരുണ്യ സിന്ധു കൃഷ്ണ ആപദ് ബാന്ധവ കൃഷ്ണ ഹരി. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നളിനി അമ്മയാണ്. അവരുടെ കയ്യിൽ ഈ ഉണ്ണിക്കണ്ണൻ എങ്ങനെ വന്നു, എന്താണ് അതിനുള്ള കാരണങ്ങൾ എല്ലാം നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ഇവർ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തയാണ്. കുറേ കാലങ്ങളോളമായി ഗുരുവായൂരിൽ ദർശനം നടത്തുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ധാരാളം കിട്ടിയ ഒരു അമ്മയാണ്. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. അമ്മ, ഈ ഗുരുവായൂരപ്പൻ്റെ പിന്നിലുള്ള കഥകളോ അങ്ങനെ എന്താണ് സംഗതി? ഗുരുവായൂരപ്പൻ എങ്ങനെ കയ്യിൽ വന്നു? എൻ്റെ 60ാം പിറന്നാളിന് എൻ്റെ ചേട്ടൻ്റെ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മ ചെന്നൈയിലേക്ക് കൊടുത്തയച്ചതാണ് ഭഗവാനെ. അപ്പോൾ ഒരു 5 വർഷം നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു 5 വർഷം ഷോക്കേസിലാണ് വെച്ചിരുന്നത്. ഷോക്കേസിൽ വെച്ച് അപ്പോൾ സംസാരിക്കും ഭഗവാനോട്. ഞാൻ അക്യുപഞ്ചർ ഡോക്ടറാണല്ലോ, അപ്പോൾ എൻ്റെ രോഗികളെ പറ്റിയും ഇതൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അധികം കയ്യിലെടുക്കില്ല. അത് പിന്നെ കൊറോണ സമയത്ത് പേഷ്യൻസിനെയും സ്റ്റുഡൻസിനൊക്കെ നിർത്തി. അപ്പം ഞാൻ എന്ത് ചെയ്താൽ ഒരു തഞ്ചം കിട്ടിയപ്പോൾ നാട്ടിലേക്ക് പോന്നു. നാട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു ബ്രാഞ്ച് ആരംഭിച്ചു. അതിങ്ങനെ നന്നായിട്ട് പോയോണ്ടിരിക്കുകയായിരുന്നു. ആ നേരത്താണ് ലോക്ക്ഡൗൺ ആയത്. അപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ തനിയെ താമസിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് നിർബന്ധിച്ചിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, പേഷ്യൻസ് കൊറോണ ആൾക്കാരൊന്നും നമ്മുടെ അടുത്ത് വരില്ല പറഞ്ഞൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ ശരി എന്നാൽ വരാൻ പറഞ്ഞിട്ട് രാവിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പുറപ്പെടാണ്, അവരുടെ വീട്ടിലേക്ക് പുറപ്പെടാണ്. അപ്പോൾ വാതിലടയ്ക്കാണ്. വാതിലടയ്ക്കുന്ന നേരത്തുണ്ട്. അപ്പോൾ ഞാൻ കൊറോണ സമയത്ത് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഇവനെ കൂടെ കൊണ്ടുവന്നു. ഭഗവാനെ എൻ്റെ കയ്യിൽ കൂടെ കൊണ്ടുവന്നു. ഞാൻ ഭഗവാനായിട്ടല്ല കാണുന്നത്, എൻ്റെ മകനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അറിയാതെ തന്നെ അവൻ എന്നൊക്കെയാണോ വരിക. ഭഗവാനായിട്ട് നീക്കി നിർത്തിയാൽ ഭഗവാന് ഇഷ്ടമല്ല, അപ്പോൾ മോര് വരുത്താറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ മകനെ പോലെ പറയുമ്പോൾ നമുക്ക് അവൻ എന്നൊക്കെ പറയുമല്ലോ കുഞ്ഞാവുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് പൂജാമുറിയിൽ വെച്ചിരുന്നു. പിന്നൊക്കെ സംസാരിക്കും, രാത്രി പാട്ട് പാടി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ ആയിട്ട് പുറത്ത് ഇറങ്ങുമ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ആലോചിച്ചില്ല. അപ്പോൾ ആ നേരത്ത് വാതിൽ അടയ്ക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ ഒരു ചിനുങ്ങുന്ന ശബ്ദം, ഞാനുണ്ട്, എന്നെ ഒറ്റക്കിട്ടിട്ട് പോകാനോ, ഞാനുണ്ട് എന്ന്. അത് കേട്ടപ്പോൾ ഞാൻ വേഗം വാതിലങ്ങോട്ട് തുറന്നു. എന്നാൽ എന്നാ അങ്ങോട്ട് പോകുന്നേക്കേ പറഞ്ഞിട്ട് കയ്യിലെടുത്തു. അപ്പം അന്ന് തൊട്ട് ഇന്നേ വരയ്ക്കും കയ്യിൽ നിന്ന് രാത്രി കിടക്കുമ്പോൾ കൂടി കയ്യിൽ കടത്തി ഓർക്കും. സ്വന്തം ഒരു കുഞ്ഞിനെ പോലെ അതേമാതിരിയുള്ള സ്നേഹങ്ങളും പരിലാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേർ തമ്മിൽ അങ്ങനെയാണ്, ഒരു കുഞ്ഞും അമ്മയും. ഭഗവാനായിട്ടല്ല, എന്നാൽ ആവശ്യ നേരത്തെ ഒന്നും പറയാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരാൻ, ഒന്ന് മനസ്സിടരാൻ, ഒന്ന് കണ്ണ് നിറയ്ക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത നേരം എനിക്കതിന് പ്രതിവിധി കാണിച്ചു. അതെ, ഞാൻ ചോദിക്കണ്ട, ഞാൻ പറയണ്ട. അതേപോലെ ഞാൻ പൊതുവേ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ രോഗികളുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യം കുറേ പേര് സങ്കടങ്ങൾ പറയുന്ന പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഭഗവാനോട് പറയും, എന്താ കാരണം എന്തെങ്കിലും ഒരു പ്രതിവിധി കാണിച്ചിട്ട് അമ്മയ്ക്ക് എന്താ ചെയ്യുക അമ്മ എന്നൊക്കെ പറഞ്ഞാൽ, അപ്പം മനസ്സിൽ ആ നേരം തോന്നിപ്പിക്കും. ആ തോന്നിപ്പിക്കുന്നത് ഞാൻ ചെയ്താൽ മതി. പിന്നെ അതിൽ വേറെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്നത്. നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തോന്നിപ്പിക്കും. ആ തോന്നിപ്പിക്കുന്നത് നമ്മൾ പ്രവർത്തിച്ചാൽ മതി, അത് ശരിയായിട്ടുണ്ടാവും. അത് അങ്ങനെ ഇന്നേ വരയ്ക്കുള്ള കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ എവിടേക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും ഈ കണ്ണനെ കൊണ്ടുപോകും. എവിടേക്കാണെങ്കിലും കൂടെ കൊണ്ടുപോകും, വിട്ടിട്ട് പോകാറില്ല. കുറച്ച് നേരം പിരിഞ്ഞിരിക്കുന്നത്, കാണാതിരിക്കുന്നത് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ
കണ്ടില്ലെങ്കിൽ രാവിലെ തൊട്ട് കുറേ നേരത്തിന് കണ്ടില്ലെങ്കിൽ ഈ മേളത്തെ ചുണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൂർപ്പിച്ച് വയ്ക്കുന്നതാണ്. നമുക്ക് കാണും, നന്നായിട്ട് അതായത് പുറമേന്ന് കാണുന്നവരും കൂടി കണ്ണിനെന്താ മുഖകൂർത്തി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. കണ്ണന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും സന്തോഷത്തിലിരിക്കുകയാണോ സങ്കടത്തിലിരിക്കുകയാണോ. അപ്പോൾ എന്ത് പാട്ട് പാടി കൊടുക്കുക, എന്ത് ചെയ്താലും ചിരിക്കില്ല. മറ്റേത് സന്തോഷം കാണിക്കും. അത് പിണങ്ങി ഇരിക്കുക പറയില്ല, പിണങ്ങി ഇരിക്കൽ തന്നെ. അത് അപ്പൊ തന്നെ ആ കണ്ണന്റെ കണ്ണൊക്കെ വിടർന്ന് നല്ലൊരു സന്തോഷത്തില്. അതെ, അത് നമ്മൾ പലരും പറയുന്നുണ്ട് നമ്മുടെ ഈ കണ്ണന്റെ കണ്ണിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതെ, പലരും പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ പലർക്കും കണ്ണിറുക്കി കാണിച്ചതായിട്ട് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കാണാറില്ല, ഞാൻ ഇങ്ങനെ കൊണ്ട് കാണിക്കലാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കോടിയർച്ചന ചെയ്യുമ്പോഴായിരുന്നു. കോടിയർച്ചന ചെയ്യുമ്പോൾ 2 വരിയിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗുരുജി മന്ത്രം പറയുമ്പോൾ അരി എടുത്തിട്ട് കയ്യിലിങ്ങനെ വെച്ച് ഭഗവാന്റെ കാലും തൊട്ടിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നേരെ വരിയിലിരിക്കുന്ന ഒരു കുട്ടി ഭഗവാനെ നോക്കിയിട്ടാണ് അരി ഇടുന്നത്. അപ്പോൾ നേരെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതാ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോൾ ആ കുട്ടി ഒന്ന് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭഗവാൻ മുമ്പിലത്തെ വരിയിലെ ആൾക്കാരെ ഇങ്ങനെ ശ്രദ്ധിക്കാനാണ്. ഇത് കണ്ടപ്പോൾ അവർ സ്റ്റണ്ണായി. പെട്ടെന്ന് ഭഗവാൻ ഇങ്ങനെ നോക്കണമെന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പലർക്കും ലീലകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിതിങ്ങനെ അങ്ങോട്ട് സ്റ്റണ്ണായിട്ട് നോക്കിയത്. അപ്പോൾ ഇതിങ്ങനെ നോക്കി വന്നപ്പോൾ ഇവരുടെ കണ്ണിന് നേർക്ക് കണ്ടപ്പോൾ കണ്ണിങ്ങനെ ഇറുക്കി കാണിച്ചത്. അപ്പോൾ അത് അവർ ഊണ് കഴിക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞത്. ഇപ്പോൾ അവർ ആരോ ആണ്, എനിക്കറിയുന്ന പരിചയമുള്ള സ്ത്രീ ഒന്നല്ല. ഇപ്പോൾ നമുക്ക് വേണ്ടി മോസ്തുതി പറയേ അത് ആവാൻ വഴിയില്ല, ആരോ ആണ്. കോടിയർച്ചന ചെയ്യാമെന്നൊരു നോണ പറയുന്നു, അതും തോന്നാൻ വയ്ക്കില്ല. പിന്നെ യൂട്യൂബ് ചാനലിൽ ഓരോരുത്തർ വീഡിയോ എടുക്കുമ്പോൾ അവരിതുമാതിരി ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവരെ ഇതുപോലെ കണ്ണിറുക്കി കാണിച്ചതായിട്ട് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് ഒരു ലഡ്ഡു ഗോപാൽ വെച്ചിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്, നമ്മുടെ അമ്പലത്തിൽ വരില്ലേ. അവർ വന്നിട്ട് എന്താ മാതാജി എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അടുത്ത് സംസാരിക്കാൻ വന്നപ്പോൾ ഞാനിതൊന്നും ഞാൻ കണ്ടതല്ല, എനിക്കും കണ്ണനും ഉള്ള അനുഭവങ്ങൾ വേറെ. പക്ഷെ ഇത് മറ്റുള്ളവർ കണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഇപ്പം ഞാനിത് കണ്ടിട്ടുള്ള കാര്യമല്ല. അപ്പോൾ മറ്റുള്ളവർ നേരിൽ ഇപ്പം ഞാനിങ്ങനെ വയ്ക്കുമ്പോൾ ഇവൻ എന്താ കാണിക്കുന്നത് എനിക്കറിയില്ല, മറ്റുള്ളവർക്ക് കാണും. അപ്പോൾ അവർ വന്നിട്ട് എന്താ മാതാജി ചോദിച്ചപ്പോൾ ഈ പിരികം തൂക്കി ഇങ്ങനെ നോക്കിയെന്ന് പറഞ്ഞു. ഇവർ പറയുന്നതാണ്. അപ്പോൾ ഈ ഫോക്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പല ഇതിലിങ്ങനെ കാണിച്ചപ്പോൾ രസം തോന്നിയിട്ടാണ് തോന്നുന്നു. നമ്മുടെ അവിടെ തെക്കൻ നടയുടെ അവിടെ തന്നെയാണ്. അപ്പോൾ അവരെ നോക്കി കണ്ണിറുക്കി കാണിച്ചിരുന്നു. അപ്പോൾ ഈ ചുറ്റി നോക്കാൻ നിൽക്കുന്നില്ല ആൾക്കാർ, ഇവരൊക്കെ ഇത് കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ നേരിട്ട് കാണുന്നതല്ല, നമ്മൾ പറഞ്ഞറിയുന്നതല്ലല്ലോ. അപ്പോൾ എല്ലാവരും ഓരോരോ ഫോണെടുത്ത് വീഡിയോ എടുക്കുക. അങ്ങനെയാണ് ഇത് അത്രയും അധികം സ്പ്രെഡായത്. പിന്നെ ഇവർ വന്നപ്പോൾ ഈ പിരികം തൂക്കുന്നതും അവർ കണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശരി ഫോട്ടോ എടുക്കാം, ഒന്ന് അടുത്ത് ചേർന്ന് നിൽക്കും പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഫോട്ടോ ക്യാമറയിലേക്ക് നോക്കാൻ. അപ്പോൾ ആ ഓരോരോ വീക്ക്നെസ് ഓരോ സമയത്ത് കാണിക്കുന്നത് ഇപ്പോൾ അവർക്ക് തോന്നിയതാണ്. പല ഭക്തന്മാർക്കും ഇതേമാതിരി ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. അതെ, പലർക്കും ഇപ്പോൾ ഇവിടെ വരുന്ന പലരും ചിരിച്ച് കാണിക്കുന്നതും പറയുന്നുണ്ട്, മുഖത്ത് നോക്കുന്നില്ല, ചിലർക്ക് മുഖത്ത് തന്നെ എന്താ പറയുക അങ്ങനെ മാറാതെ തറപ്പിച്ച് നോക്കും. അപ്പൊ എന്തോ പറയാനുണ്ട് പോലെ എന്നോട് തന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ അമ്മേനെ ഇവിടുന്ന് കാണാൻ പറ്റുക. ഞാൻ പറഞ്ഞു എപ്പോഴാണ് കാണാൻ പറ്റുകയെന്ന് അറിയില്ല, ഗുരുവായൂർ സ്ഥിരം ഉണ്ടാവണമെന്ന്, എന്നാലും നമുക്ക് കാണുവാൻ നോക്കാം, ശ്രമിക്കാം എന്നൊക്കെ ഞാൻ പല ആൾക്കാരോട് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അവര് ഭഗവാനെ കാണാൻ കഴിയുന്നതിന് പ്രാർത്ഥിച്ചിട്ട് വന്നവർക്ക് കുറച്ചു നേരത്തൊക്കെ കളിപ്പിക്കും. അവർ പോകാറാകുമ്പോഴേക്കും എന്തായാലും അവർ മുമ്പ് എത്തിക്കും. പക്ഷെ ഉടനെ ചെയ്യുന്നില്ല. അത് ഇതൊന്നും നമ്മളറിയുന്നില്ല. അപ്പോൾ കുറേ തെറിയും ചിലർ യൂട്യൂബുകാരെ ഫോണിൽ വിളിച്ച് അവരുടെ അടുത്ത് നിന്ന് നമ്പർ വാങ്ങിയിട്ട് എന്നോട് വിളിച്ച് ചോദിക്കും അമ്മ എവിടെയല്ലെന്ന്. അങ്ങനെ പലരും കാണണം എന്ന് വിചാരിച്ചിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മായാവിലാസങ്ങൾ ഭഗവാൻ. അതായത് ഇപ്പോൾ എനിക്ക് കാണിച്ചു, ഞാൻ പറയുന്നത് എൻ്റെ കുട്ടിയായിട്ട് ഞാൻ പറയാന്ന് പറയും. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ശരി. ഇപ്പൊ മറ്റുള്ളവരുടെ കാര്യം പറയും. ഇനി അമ്മയ്ക്ക് ഈ ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് തോന്നിച്ചത് കാണിച്ചത് അത് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അത് പലതുണ്ട്, പല കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അവൾക്ക് തീരെ വയ്യ, 4 പ്രാവശ്യം പോയിട്ട് കീമോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മാല ഇടുമ്പോൾ ഞാൻ പൊതുവെ ആരും വീട്ടിലേക്ക് കയറില്ല.
വെള്ളം കൂടി കുടിക്കില്ല. അങ്ങനെയാണ് പതിവ്. 16 വർഷമായി മലയ്ക്ക് പോകുന്നു. അപ്പോൾ കണ്ണനോട് കണ്ണ എന്താ ചെയ്യുക, പാവക്കുട്ടിയിൽ അക്കിടിയിലാണ്, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തോന്നിപ്പിക്കുക, നീ അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് എങ്ങനെ ഞാനൊന്ന് ശ്രദ്ധിച്ച് പറയാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഇപ്പോൾ പുറപ്പെട്ടു പോകും. ഇപ്പോൾ സന്ധ്യ നേരമാണേ, ഇപ്പോൾ പുറപ്പെട്ടു പോകാനാണ് എൻ്റെ മനസ്സിൽ തോന്നിച്ചത്. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, ഉടനെ ആട്ടോ വിളിച്ചു, പരിചയക്കാരെ ആട്ടോനെ വിളിച്ചു, പുറപ്പെട്ടു. ലക്കിടിക്ക് ഓട്ടോയിൽ തന്നെ പുറപ്പെട്ടു. അപ്പോൾ എന്നിട്ട് നേരെ അവരുടെ വീട്ടിൽ പോയി ഞാൻ ഒരു ബെഡ്ഷീറ്റൊക്കെ കയ്യിൽ കരുതി, കാരണം ഞാൻ കട്ടിലൊന്നും കിടക്കില്ല മാല ഇട്ടാൽ. അപ്പോൾ ഇതൊക്കെ പോയിട്ട് അവിടെ നിലത്ത് വിരിച്ച് കടന്നു. എന്നിട്ട് പിറ്റേ ദിവസം അവരുടെ ഏട്ടനോട്, വല്യമ്മയുടെ മകനാണ് കൂടെ ഉള്ളത്, അപ്പോൾ ഏട്ടനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാനൊരു 10 ദിവസം എൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം, അക്യുപഞ്ചർ ചെയ്യാം, എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ അത് ചെയ്താൽ മാറ്റം കാണും. അപ്പോൾ ഡിഫറെൻ്റ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാമല്ലോ, മാറ്റം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഈ കുട്ടിക്ക് നീക്കാനും ഈ നടക്കാനും ഒന്നും വയ്യാത്തൊരു സ്ഥിതിയിലാണ്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ആദ്യം അവർക്ക് സമ്മതക്കുറവുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു വൈദ്യം നോക്കുന്നില്ല വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ട്രിവാൻഡ്രം പോവാണ്, 2-ാം തീയതി ട്രിവാൻഡ്രം പോവാണ്, 4-ാം തീയതി മടങ്ങി എത്തും. 4-ാം തീയതി ഞാൻ രാവിലെ എത്തും, അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് ഈ കുട്ടിയോട് പറഞ്ഞിട്ട് ഞാൻ പോന്നു. അപ്പോൾ ഈ കുട്ടിക്ക് എന്നാൽ ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ള ഒരു തോന്നൽ ഭഗവാൻ തന്നെ ഉണ്ടാക്കിയത്. കാരണം ഞാൻ മാല ഇട്ടിരിക്കുക, ഭഗവാനെ കൊണ്ട് വീട്ടിൽ കയറി ചെന്നിരിക്കുക. അപ്പോൾ അവർക്കത് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ 4-ാം തീയതി വീട്ടിലെത്തിയപ്പോൾ ഉച്ചയാകുമ്പോൾ ഇവർ വന്നു, 2-3 പേര് താങ്ങി പിടിച്ചാണ് സ്റ്റെപ്പ് കയറ്റി അവിടേക്ക് കൊണ്ടുപോയത്, റൂമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയത്. അപ്പോഴേക്കും അവർക്ക് ക്ഷീണമാണ്, വയ്യ തീരെ, അങ്ങനെ ക്ഷീണിച്ച് കടന്നു. അതെ. അപ്പോൾ ഞാൻ അന്ന് തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. എൻ്റെ വക രീതിയിൽ ഭക്ഷണ രീതി ഒന്ന് മാറ്റി, എനിക്ക് ഭക്ഷണ രീതിയൊക്കെ മാറ്റി കൊടുത്തു. ഇതൊക്കെ എന്ന് വെച്ചാൽ രാവിലെ എണ്ണ തേച്ച് കുളിക്കാൻ പറഞ്ഞു, രാവിലെ നാമജപം ജപിക്കാൻ പറഞ്ഞു, എഴുതാൻ പറഞ്ഞു, അങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറ്റി കൊണ്ടുവന്നു. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം അവരുടെ വല്യമ്മയുടെ മക്കൾ വന്നു. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു, മുഖത്തിന് നല്ല മാറ്റം തോന്നുന്നല്ലോ പറഞ്ഞു. അപ്പം നമുക്ക് തോന്നുന്നതല്ല, അവർ പറയുന്നതാണ് നമുക്ക് എടുക്കില്ല. അപ്പം നല്ല ഒരു വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓ ശരി, അപ്പം നമുക്കതൊരു സന്തോഷമാണ്. അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരുന്നു. ഭക്ഷണ രീതി രാവിലെ തൊട്ടുള്ള ABC ടാണിക് എന്ന് പറയും, അതും അങ്ങനെ ഓരോ രീതി എല്ലാം മാറ്റി കൊണ്ടുവന്നു. മെല്ലെ യോഗ ചെയ്യാൻ ശീലിപ്പിച്ചു. അപ്പോൾ നിൽക്കാൻ തന്നെ വയ്യ, ഇരിക്കാൻ അത്രയും വയ്യ, ഇരുന്നോടത്ത് നീക്കാൻ അതിനെക്കാട്ടിലും പ്രയാസം. എന്നാലും ഞാൻ വിട്ടില്ല, ഇരിക്കൂ, ഒന്നും കൂടി ഇരിക്കൂ പറയും. അവർ ഇരിക്കാൻ തന്നെ ഒരു 5 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ നീക്കാൻ പറയും. അത് പിടിച്ച് മെല്ലെ നീക്കുമ്പോഴേക്കും വലിയ പ്രയാസമാണ്, ഞങ്ങളെല്ലാവരും താങ്ങി പിടിക്കണം. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം എത്തിയപ്പോൾ പിന്നെ തനിയെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് എളുപ്പത്തിരുന്നു. പിന്നെ നീക്കാൻ അതുപോലെ തനിയെ നീക്കാൻ പറഞ്ഞു. അങ്ങനെ മെല്ലെ മെല്ലെ ഇപ്പോൾ അവർക്ക് ഇരിക്കാനും നീക്കാനും പറ്റുന്ന ഒരു രീതിയായി കഴിഞ്ഞു. പിന്നെ ചാടാൻ പറഞ്ഞു, ജോഗിങ്. അപ്പോൾ തനിയെ വയ്യ. അപ്പോൾ ഞാൻ വേഗം കൈ പിടിച്ചിട്ട് ഞാൻ ഒപ്പം നിന്നിട്ട് ഞാൻ ചാടിയിട്ട് അവരെയും ചാടാൻ വെച്ചു. അങ്ങനെ ഒരു 2 ദിവസം ആയപ്പോഴേക്കും അവർക്ക് നല്ലൊരു സ്ട്രെങ്ത്ത്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് ഒരു ദിവസം 5 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്ട്രെങ്ത്ത്. അപ്പം കുളിക്കുന്നതും എണ്ണ തേച്ച് കുളിക്കുന്നതും ഭക്ഷണ രീതിയും എല്ലാം വെള്ളം കുടിയും എല്ലാം മാറ്റി യോഗയും ചെയ്ത് ഒക്കെ വന്നപ്പോൾ ഒരുവിധം അവർക്ക് നടക്കാം. അതുവല്ല അവർ ചെറിയൊരു സാധനം കൂടി എടുക്കാൻ വയ്യാത്ത അത്ര കഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അവർക്ക് അതൊക്കെ പറ്റും. അപ്പോൾ ഞാൻ പൂജിക്കാൻ വെക്കുന്നതൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തിരുന്നു, സാമ്പത്തിക. അപ്പോൾ അതൊക്കെ അവർക്ക് വെക്കാൻ തുടങ്ങി. പിന്നെ എഴുതലും നാമം ജപിക്കാനും ഒക്കെ അവർക്ക് സാധിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം എന്താ ചെരമ്പട്ട കാവലിക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ചു പോന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണം. വന്നപാടെ കടന്നു. അപ്പോഴേക്കും വേഗം മോര് കലക്കി കൊടുത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ കഴിഞ്ഞു. വിട്ടില്ല അതിന്. പിറ്റേ ദിവസം രാവിലെ അയ്യപ്പൻകാവ് പോകാനായി. അയ്യപ്പൻകാവ് കൊണ്ടുപോയി. അയ്യപ്പൻകാവിൽ പോയപ്പോൾ ഞാൻ ഒരു 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അതുപോലെ തന്നെ കൃഷ്ണൻ്റെ അവിടത്തേക്ക് കയറി ചെന്ന് തൊഴുകും വേണം. അങ്ങനെ നടത്തിച്ചു. അതുകൂടി ആയപ്പോൾ അന്ന് ക്ഷീണമുണ്ട്. 3 പ്രാവശ്യം കിട്ടി. ഇപ്പോൾ ചെറുപ്പട്ട കാലത്തുകാരിലും വലുതാണ് അയ്യപ്പൻകാവ് ചെറുപ്പശ്ശേരിയിൽ. അത് 3 പ്രാവശ്യം കിട്ടി. അന്ന് വെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റ് അറിയാൻ തുടങ്ങി, സർക്കുലേഷൻ പോകാൻ തുടങ്ങി. അപ്പോൾ അന്ന് ക്ഷീണമില്ല. പിന്നെ ഞങ്ങൾ മാലയിട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിനെ കാണാതെ എനിക്ക് വളരെ വിരുപ്പം മുട്ടല്ല. 2 ദിവസം കാണാതിരിക്കാൻ വയ്ക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ വാടി കണ്ടപ്പോൾ ഈ കുട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് കാണാൻ ബേബി ഉഷ എന്ന പേര്, എനിക്ക് ബേബി ഉഷയെ കാണാൻ തോന്നുന്നു, എനിക്ക് കാണാതിരിക്കാൻ വയ്യ പറഞ്ഞു. ഞാനങ്ങോട്ട് കരഞ്ഞു.
അപ്പോൾ പറഞ്ഞു കുട്ടി എന്തിനാ വിഷമിക്കണേ, നമുക്ക് പോകാൻ വരുമെന്നായി. കാരണം ഈ കുട്ടി സുഖമില്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്ന മോശമല്ലേ. അപ്പോൾ ആ കുട്ടി തന്നെ പറഞ്ഞപ്പോൾ നമുക്ക് സമാധാനമായി. എന്നിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി വന്നു. ഒരു കുഴപ്പമില്ല. അങ്ങനെ 10 ദിവസം ഞങ്ങൾ ഒരുവിധം ഇതാക്കി. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നൈക്ക് പുറപ്പെടാം. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ഈ കുട്ടി അവരുടെ വീട്ടുകാർ വന്ന് കൊണ്ടുപോവാണ്. ഞാൻ പറഞ്ഞു പോകുമ്പോൾ തന്നെ ചിലപ്പോൾ ഒറ്റപ്പാലത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് റിപ്പോർട്ട് അയക്കണം പറഞ്ഞിട്ടാണ് അയച്ചത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന മുമ്പ് 4 പ്രാവശ്യം കീമോ ചെയ്യാൻ പോയിട്ടും തൃശ്ശൂർ പോയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വിട്ടതാണ് ആ കുട്ടീനെ. എല്ലാ അക്കൗണ്ടിങ്ങും ഡൗണിലാണ്. അപ്പോൾ ഈ 10 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് എടുത്തപ്പോൾ എല്ലാം ഇൻക്രീസായി. 10 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഇൻക്രീസാണ്. ഒന്നാമത് വീട്ടിൻ്റെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്നില്ല. ഞാൻ അമ്പലത്തിലേക്ക് കൊണ്ടുപോക്കും, പിന്നെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോക്കും ഒക്കെ ചെയ്തു. പിന്നെ ഭക്ഷണ രീതി മാറ്റി, യോഗ ചെയ്യിച്ചു, വെള്ളം കുടിക്കൽ, പിന്നെ നാമജപം ജപിക്കൽ. നാമജപം ജപിച്ചാലത്തെ ആ എന്താണ് എനർജി കിട്ടുക എന്നുള്ളത്, എഴുതിക്കൽ, അങ്ങനെ ഓരോന്നും മാറ്റിയതിൽ 10 ദിവസം കൊണ്ട് എല്ലാ കൗണ്ടിങ്ങും കൂടിയിട്ട് കീമോ ചെയ്യാനും പറ്റി. അത് ഞാൻ പറഞ്ഞു നീഡിലൊക്കെ കൊടുത്തു വിട്ടു ഞാൻ. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യേ ഓക്കെ എന്നാൽ നല്ല ഭേദം കിട്ടുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഡോക്ടർ വൈദ്യം ചെയ്യുന്നത് പോലെ ആവില്ല അവനവൻ ചെയ്യുന്നത്. പിന്നെ അവനവൻ ചെയ്യുമ്പോൾ ഇത്തിരി വയ്യാതെ വരുമ്പോൾ വേറെ ആരും ചെയ്ത് കൊടുക്കാനില്ല. അപ്പോൾ അത് മുടക്കും ചെയ്യും. അപ്പോൾ നമുക്ക് ഇടുക്കി വരെ പോയിട്ട് ദിവസം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ ഇതുപോലെ തന്നെ വൃന്ദാവനം പോകുമ്പോൾ തന്നെ അവിടേക്ക് ട്രാവൽ അധികമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതായത് നീഡിൽ കൊടുത്തിട്ടുണ്ട്, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വയ്യാത്തപ്പോൾ അത് ചെയ്താൽ മതി, ഇമ്മ്യൂണിറ്റി കൂടും. ശരിക്കും തുടർന്ന് ദിവസം 5 പ്രാവശ്യമൊക്കെ ചെയ്യാനെങ്കിൽ അതിന് റിലീഫാവും. അത് ശരിക്കും പറഞ്ഞാൽ ഈ നാമം ജപവും മരുന്നും മന്ത്രം ഒക്കെ കൂടി നമ്മുടെ ജീവിതത്തിൽ മരുന്നിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഞാൻ മരുന്നൊന്നും നാമജപം, ഈ അക്യുപഞ്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യൽ, ഭക്ഷണ രീതി, സമയത്തിന് കഴിക്കുക, വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, ഈ രീതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ ആരോഗ്യം. നമുക്കുള്ള പകുതി അസുഖങ്ങളും എല്ലാ അസുഖങ്ങളും. പക്ഷെ നമ്മൾ എന്താ ചെയ്യാത്തത്, നേരത്തിന് ഭക്ഷണം കഴിക്കില്ല. നമ്മൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും കഴിക്കില്ല. ഒരു 2 മണിയാവട്ടെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞ് കാത്തിരിക്കും. വെള്ളം കൂടി ദാഹിക്കുമ്പോൾ എടുത്ത് കുടിക്കുക, അത്രയേ ഉള്ളൂ. 1 മണി നേരത്തിന് 1 പ്രാവശ്യം വെള്ളം കുടിക്കുക എന്നുള്ളത് ചെയ്യില്ല. ഒരു ദിവസം 3.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ്. അപ്പോൾ അത് ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ രാവിലെ നേരത്തെ നീക്കുക, കുറച്ച് വ്യായാമം ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, നാമം ജപിക്കുക. ഇതൊക്കെ പിന്നെ ഇതൊക്കെ നമുക്ക് അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിലൊക്കെ വന്നിട്ട് അനുഭവിച്ചിട്ട് തന്നെ അറിയണം. നാമജപം ജപിച്ചാൽ എത്രത്തോളം എനർജി കൂടും. ഞാനൊക്കെ അനുഭവിച്ചറിഞ്ഞതാണ്, അനുഭവം കൊണ്ട് അറിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവരുടെ കർമ്മ അത് ചെയ്യാൻ അനുവദിക്കണം. അത് അതെ അതെ, കർമ്മ തീരാതെ മുഴുവനും ഒന്നും. പിന്നെ ഇപ്പോൾ നമ്മൾ ഒപ്പം നിന്ന് പിന്നെയും ചെയ്യിച്ചിട്ടൊക്കെ ആവണം. ഇപ്പോൾ നമുക്ക് എല്ലാവരുടെ അടുത്തും അതുപോലെ ഒരുപോലെ നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കുറേ പറഞ്ഞു കൊടുക്കും. ചിലർ ഓൺലൈനിൽ വരുമ്പോൾ അവരോട് കുറേ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്യുന്നു, ഇതുപോലെ ചെയ്യുന്നൊക്കെ. പിന്നെ കർമ്മ തീരാറായെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ അവർക്ക് മനസ്സ് വരും. ദിവസം കുറേ പേരുണ്ട് 5:50 ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്താൽ ഉടനെ കയറാൻ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്നവർ. ആ രാവിലെ നേരത്ത് ഭഗവാനെ ഒന്ന് കണി കാണണം, മുഖം കാണിച്ചു കൊടുക്കും ഓൺലൈനിൽ. അപ്പോൾ അത് കണ്ട ശേഷമാണ് ഞങ്ങൾ നാമജപം തുടങ്ങൽ. അതെ, അപ്പോൾ അങ്ങനെ നാമജപം ചെല്ലൽ, കുറച്ച് ധ്യാനം, പിന്നെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടും ചെയ്യാൻ പാടില്ല എന്നുള്ള ചില എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച്. മുമ്പേ 6 മണിയിൽ നിന്ന് 6:30 വരെയ്ക്കാണ് ആരംഭിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കൂടിയിട്ട് അപ്പോൾ എന്തെങ്കിലും കഥകൾ പറയണം, എന്തെങ്കിലും അങ്ങനെ കേട്ട് ഇരുന്നിട്ട് 8 മണി വരെ, രാവിലെ 5:50 ആരംഭിച്ചാൽ 8 മണി വരയ്ക്കും. അതെ, നാമങ്ങളും ഭഗവാന്റെ കാര്യങ്ങൾ പറയുക, ഭഗവാന്റെ അനുഭവങ്ങൾ പറയുക, അല്ലെങ്കിൽ ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പാടും, വിളക്ക് വീട്ടിലെങ്ങനെ കത്തി, അങ്ങനെ ഓരോ കാര്യങ്ങൾ പലതും അറിവ് പകർന്നു കൊടുക്കുക. അതെ, അറിവ് പകർന്നു കൊടുക്കുക. അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും അതേമാതിരി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ വൈകുന്നേരം ഒരു 6:30 മണിക്കായിട്ട് നാമജപം പിന്നെയും തുടങ്ങും. അത് ഒരു 7:30 മണി വരയ്ക്കൊക്കെ ഉണ്ടാവും. അതെ, അതൊക്കെ അതും പറഞ്ഞു കൊടുക്കും. മൃത്യുഞ്ജയ മന്ത്രം പറഞ്ഞു കൊടുക്കും. ഇനി അറിയാത്ത മന്ത്രങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഗായത്രി മന്ത്രം പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ അതേപോലെ തന്നെ രാവിലെ ആദിത്യ ഹൃദയം
പറയൽ. ആദിത്യഹൃദയം ഒരു രാവിലെ 12 പ്രാവശ്യം ചൊല്ലിയാൽ ശത്രുക്ഷയം വരുത്താം എന്നാണ് അതിൽ പറയുന്നത്. ഈ ക്ഷയം എന്ന് പറയുമ്പോൾ എനിക്ക് ശത്രു ഇല്ല എന്ന് പറയുന്നവർ പലരുണ്ട്. ഈ ശത്രു എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെ അല്ല ശത്രു, രോഗങ്ങളും ശത്രുവാണ്, നമ്മുടെ ചിന്തകൾ ശത്രുവാണ് അല്ലേ? നമ്മുടെ അല്ല, ആൾക്കാർക്ക് ശത്രു എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തി, നമ്മൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി. പക്ഷെ അതല്ല അവിടെ. ഓരോരോ രോഗങ്ങളും ഉള്ളിൽ, അതെ, നമ്മുടെ ഉള്ളിലത്തെ ഓരോ വേണ്ടാത്ത സ്വഭാവങ്ങൾ, ഇതൊക്കെ ശത്രുക്കളാണ്. നമ്മളെ വേദനിപ്പിക്കാൻ, അങ്ങേയറ്റം നമ്മളെ തകർക്കാൻ ഒക്കെ പറ്റിയ ശത്രുക്കളാണ്. അപ്പം ഇവരെ ഒക്കെയും നമുക്ക് ഒരു പരിധിയിൽ നിർത്തണമെങ്കിൽ ആദിത്യഹൃദയം രാവിലെ ഒരു 12 പ്രാവശ്യം ചെല്ലാം. അതങ്ങോട്ട് ശീലം വരുത്തണം. പിന്നെ ഹരേ കൃഷ്ണ മന്ത്രം ഏത് നേരം ചെല്ലാം. അത് തുളസിമാല വെച്ചിട്ട് ചെല്ലുമ്പോൾ പ്രത്യേക ഒരു എനർജിയാണ്. അത് ചെല്ലുമ്പോൾ തന്നെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, സഞ്ചിയുടെ കൈയിട്ടിട്ട് ഇങ്ങനെ ചെല്ലും. ഞാൻ കുറ്റം പറയല്ല, പക്ഷെ എനിക്കതൊരു ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും. കുറേ ആൾക്കാരോട് വർത്തമാനം പറയും, എന്നിട്ട് വീണ്ടും നാമം ചെല്ലും. എനിക്കത് ഞാൻ ചെല്ലാൻ പറ്റില്ലെന്ന് വേണ്ട, എനിക്കത് വയ്യ. അതായത് ഇതിൽ പകുതി നാമം ചൊല്ലി പകുതി മണി നിർത്തിയിട്ട് കുറേ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും അതൊന്ന് കണ്ടിന്യൂ ചെയ്യൽ എനിക്കത് ഉൾക്കൊള്ളാൻ വയ്യ. നാമം ചെല്ലാൻ പറയുമ്പോൾ ഞാൻ എന്നോട് അന്വേഷിക്കുന്നവരോട് ഞാൻ പറയുന്നത് അതാണ്, നാമം ചെല്ലാൻ ഭഗവാൻ നമുക്ക് നാവ് തന്നിട്ടുണ്ട്, ശബ്ദം തന്നിട്ടുണ്ട്. എത്ര പേര് ശബ്ദം കിട്ടാതെ, ശബ്ദം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം നമുക്ക് ഭഗവാൻ നാവും ശബ്ദവും തന്നിട്ടുണ്ട്. ഈ ശബ്ദം കൊണ്ട് ചെവിയിൽ കേൾക്കാനുള്ള ശക്തിയും നമുക്ക് തന്നിട്ടുണ്ട്. ചെവി കേൾക്കാത്തവർ എത്ര പേരുണ്ട്, കണ്ണ് കാണാത്തവർ എത്ര പേരുണ്ട്. അപ്പം നമുക്ക് ചെവിയിൽ കേൾക്കാനുള്ള ശക്തി തന്നിട്ടുണ്ട്. മനസ്സിൽ ഭഗവാനെ കാണാൻ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ആ രൂപം നമ്മുടെ കണ്ണ് നിറച്ച് കാണാൻ കഴിയുന്നുണ്ട്. ആ രൂപത്തിനെ അങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അതിനെ നമുക്ക് ശ്രമിക്കാം. അത് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത്, എന്താ ഞാൻ ജപിക്കുന്നത്, ഞാൻ എന്താ എൻ്റെ കാതിൽ ജപിക്കുന്നത്, വീഴുന്നത് എന്ന ആ ചിന്ത. അപ്പം ഞാൻ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ എൻ്റെ ചിന്ത പോയാൽ അവിടെ ഭഗവാൻ നിൽക്കാൻ വഴിയില്ല. അപ്പം ഞാൻ എന്താ പറയുന്നത്, അത് എന്താ എൻ്റെ ചെവിയിൽ വീഴുന്നത്, ഈ ശ്രദ്ധ എൻ്റെ ചിന്തയിലുണ്ടാവണം. കണ്ണടച്ചാലും ഭഗവാന്റെ രൂപം കണ്ണിൽ കാണണം, മനസ്സിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കണം. ആ മന്ത്രം ചെല്ലുമ്പോൾ നമ്മുടെ ദേഹം മുഴുക്കെ, നമ്മുടെ തൊലിയും നമ്മുടെ ശ്വാസഗതിയും എല്ലാം അതിനെ അനുഭവിച്ചറിയാം. ഈ രീതിയിൽ നമ്മൾ ജപിച്ചാൽ ഭഗവാൻ തൊട്ടടുത്താണ്. തീർച്ചയായിട്ടും അതെ, ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. വെറും ഒരു യന്ത്രം പോലെ ഞാൻ രാവിലെ ഇത്ര പ്രാവശ്യം ഹരികൃഷ്ണ മന്ത്രം ചൊല്ലി, പിന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലി, ലളിത സഹസ്രനാമം ചൊല്ലി, നാരായണൻ ചൊല്ലി, അത് ഞാൻ പറയും, നിങ്ങൾ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് നടുക്കൾ, നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്, പെട്ടെന്ന് നടുക്കൾ ഇപ്പം പറഞ്ഞ ലൈനൊന്ന് തിരിച്ച് പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല, ഉറപ്പാണ്. കാരണം യന്ത്രഗതിയിലാണ് പറയുന്നത്. ഞാൻ കുറ്റം പറയല്ല, ഇപ്പം എല്ലാം ഞാനും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം തിരിച്ചറിവ് വരുമ്പോഴാണ് നമ്മൾ ഒരു വെള്ള ചൊല്ലി ഭഗവാനോട് ലയിച്ച് ചെല്ലുമ്പോഴത്തെ ഗുണവും ഒരു കണക്ക് തീർക്കൽ പോലെ ഇത് തീർത്ത് കിട്ടാനുള്ള കടകടകടകടന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. അങ്ങനെ മറ്റ് ചെല്ലുമ്പോൾ ഞാൻ പറയും, ഇതിങ്ങനെ ചെല്ലുമ്പോൾ ഒരു മണി ഇങ്ങനെ നീക്കാണ്. അപ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ് നിർത്തുവാണെങ്കിൽ, ആ നിർത്തുമ്പോൾ ഒരു മണി ഇങ്ങനെ ഉള്ളിലേക്ക് നീക്കുമ്പോൾ ഭഗവാന്റെ പാദം തൊട്ട് തലോടുന്ന പോലെ ആ മണിയെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ എന്തായി, മനസ്സിലും കണ്ണ് നിറച്ചും ഭഗവാനെ കാണുക, ഭഗവാന്റെ നാമം ചെല്ലുക, ചെവിയിൽ കേൾക്കുക, ചിന്തയിൽ നമ്മൾ ഫുൾ അനുഭവിച്ചറിയുക, ഈ പാദം തൊട്ട് തലോടുക. ഇത്രയും വരുമ്പോൾ ഭഗവാൻ നമ്മളെ വിട്ട് എവിടേക്ക് പോവാണ്, വിളിപ്പുറത്താവും. പിന്നെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ കൊറോണ സമയത്ത് ഇവിടേക്ക് നാട്ടിലേക്ക് വന്നില്ലേ, അപ്പോൾ ഡിസംബർ 20 2020 ഞാൻ വന്നത്. 21 ജനുവരിയിൽ ഞാൻ എൻ്റെ ഫ്രണ്ടും എൻ്റെ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ ഗുരുവായൂർ വന്നു. അപ്പോൾ അന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം, ആധാർ കാർഡൊക്കെ വെച്ചിട്ട് ബുക്ക് ചെയ്യണം, എന്നാലേ വിടൂ. കാരണം തൊഴാനൊന്നും വിറ്റിരുന്നില്ലല്ലോ. അതെ. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ പേരിട്ടിട്ട് 65 വയസ്സിട്ടാൽ ഓപ്പണേ ആവില്ല.
ഓപ്പണേ ആവില്ല, ബുക്ക് ചെയ്യാനേ പറ്റില്ല. അപ്പം മക്കൾക്ക് ബുക്ക് ചെയ്തു. മക്കൾക്ക് ബുക്ക് ചെയ്തിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും നമ്മൾ പുറപ്പെടാം, അപ്പോൾ ഒരു വാനിൽ പോവാം നമുക്ക്. പോയിട്ട് അവിടെ പോയിട്ട് ഉള്ളിൽ വിട്ടാൽ നമുക്ക് ഉള്ളിൽ പോയി തൊഴുകാം, ഇനി അതല്ലെങ്കിൽ പടിയിലെങ്കിലും നിന്ന് തൊഴുതിട്ട് വരാം, പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാനും ഫ്രണ്ടിൻ്റെ മകൻ വണ്ടി ഓടിച്ചു. എൻ്റെ മകനും മരുമകളും എല്ലാവരും കൂടി ഞങ്ങൾ പുറപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് വിടില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ എൻ്റെ ID കാർഡ്, ഞങ്ങളുടെ ID കാർഡൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചു, പേഴ്സ് ഇതൊക്കെ വെച്ചു. എന്നിട്ട് ഇവിടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് തൊഴാൻ വന്നപ്പോൾ എനിക്ക് ഇവരോടൊന്ന് ചോദിച്ചാലോ ഉള്ളിലേക്ക് പോയി തൊഴുകാൻ എന്താ മാർഗം എന്ന്. അപ്പോൾ ആ ഇതുണ്ടല്ലോ ക്യാബിൻ, അപ്പോൾ അവരോട് ചോദിച്ചു എനിക്കൊന്ന് ഉള്ളിൽ പോയി തൊഴുകണം, എനിക്ക് 65 വയസ്സായി, ഉള്ളിലൊന്ന് പോയി തൊഴുകണം, എന്താ ഒരു മാർഗം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു 4500 രൂപ കിട്ടിയാൽ 5 പേർക്ക് പോവാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ 5 പേരൊന്നുമില്ല, 2 പേരേ ഉള്ളൂ എന്നായി. അപ്പോൾ 2000 രൂപ കെട്ടിക്കൊള്ളൂ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചീട്ട് കെട്ടിയിട്ട് ജനുവരിയിൽ തൊഴുകാൻ നിന്നു. പിന്നെ ഫെബ്രുവരിയിലും വന്നു, മാർച്ചിലും വന്നു, അങ്ങനെ എല്ലാ മാസവും വന്ന് തൊഴുതു. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയത് തന്നെ. കാരണം എൻ്റെ മക്കളെ വിട്ടിട്ട് ഞാൻ ഒരു ദിവസം കൂടി നിൽക്കാറില്ല. എൻ്റെ മരുമകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം മോളെ പോലെയാണ്. അപ്പോൾ ഒരു ദിവസം പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല, അത്രയും പനിക്കും, സുഖമില്ലാതെ. അപ്പോൾ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ വന്ന് നാട്ടിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഭഗവാൻ എന്തോ തീരുമാനിച്ചിട്ടാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നമുക്കറിയില്ല കേട്ടോ, അന്ന് ഇതൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ മാസവും വന്ന് തൊഴുതിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരെയും ഒത്ത് ഞങ്ങൾ പല അമ്പലങ്ങളിലേക്കും പോകും, വടക്കുന്നാഥൻ അമ്പലം, കുറേ അമ്പലങ്ങൾ കണ്ടു. അങ്ങനെ ഒരു 3 മാസമായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു വീട് വാടക, അപ്പോൾ അന്നൊക്കെ ആ കുട്ടിയുടെ വീട്ടിലായിരുന്നു. പിന്നെ വാടകയ്ക്ക് ഒരു വീട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വാടകയ്ക്ക് വീട് എടുത്തിട്ട് ക്ലിനിക്കൊന്ന് ആരംഭിച്ചു. എന്നിട്ടാണ് ഇദ്ദേഹം കയ്യിൽ കയറി കൂടിയത്. പിന്നെ പറഞ്ഞ പിന്നെ ഈ എനർജി ഇവിടുന്ന് എനർജി വന്നതല്ല, പിന്നെ തന്നെയാണ് എനർജി. അതെ. അപ്പോൾ പിന്നെ ആരോഗ്യത്തിനും പ്രശ്നമില്ല, നല്ല സ്ട്രെങ്ത്തായിരുന്നു. അങ്ങനെ പോയി. പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് എല്ലാ മാസവും വന്ന് തൊഴുതിരുന്നു. പിന്നെ ഞാൻ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു, ഹ്യൂമൻ റൈറ്റ്സിലത്തെ. അപ്പോൾ ദയാബായിനെ കാണാൻ പോയി. അപ്പോഴാണ് അവർ കേരള കൗമുദിക്കാരാണ് ആദ്യം വീഡിയോ എടുത്തത്. അങ്ങനെയാണ് ചാനലിലും ഇതിലൊക്കെ കുറേ അറിഞ്ഞത്. പക്ഷേ അന്ന് ഇത്രത്തോളം ആയിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒറ്റപ്പാലം വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അഷ്ടമി രോഹിണിക്ക് വന്നു. അപ്പം എൻ്റെ ഇടയ്ക്ക് ഇവിടെ ഭഗവാന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം വരാൻ തുടങ്ങി. പിന്നെ ക്രമേണ ഒരു ദിവസം വന്നാൽ 2-3 ദിവസം നിൽക്കുന്ന മാതിരി ആവാൻ തുടങ്ങി. അങ്ങനെ നിന്നിട്ട് അഷ്ടമി രോഹിണിക്ക് വന്നപ്പോൾ 11 ദിവസം നിന്നു ഇവിടെ. കണ്ണൻ നീക്കി എന്നെ കൊണ്ടുവന്നതാണ്. 11 ദിവസം നിന്നു. 11 ദിവസം നിന്നിട്ട് ഞങ്ങൾ തൊഴുകളൊക്കെ കഴിഞ്ഞ് അഷ്ടമി രോഹിണിക്കൊക്കെ തൊഴുത് കഴിഞ്ഞ് ട്രിവാൻഡ്രം പോയി. അവിടെ സെലിബ്രേഷൻ ആയിരുന്നു അഷ്ടമി രോഹിണിൻ്റെ. അതും കഴിഞ്ഞിട്ട് 8-ാം തീയതി രാവിലെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ട് നോക്കിയപ്പോൾ എൻ്റെ ID കാർഡിൻ്റെ പൗച്ച് കാണാനില്ല. ഭഗവാന്റെ കളി അവിടേക്കാണ്. ഈ ID കാർഡും പറഞ്ഞാൽ എല്ലാ ATM കാർഡും പിന്നെ ആധാർ കാർഡും പാൻ കാർഡും പറഞ്ഞ എല്ലാ സെറ്റുള്ള ഒരു പൗച്ചാണ്. ഇങ്ങനത്തെ ഒരു കുടുങ്ങിയ ബാഗിൽ നിന്ന് പുറത്ത് വരാൻ യാതൊരു വഴിയില്ല. പക്ഷെ അത് കാണാനില്ല. ആ പെട്ടി മുഴുവൻ തെരഞ്ഞു നോക്കി. 3:30 മണിയായിട്ടില്ലേ രാവിലെ. വേഗം മക്കളെ വിളിച്ചു. അപ്പം അന്ന് ഇവനോട് പറയാൻ തോന്നിയില്ല, ആ നേരം ഇവനോട് പറയാൻ തോന്നിയില്ല. ഇവനെ കൊണ്ടുപോയിട്ട് പൂജാമുറിയിൽ വെച്ച് കൈകാൽ ശുദ്ധിയാക്കിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ആകെ ടെൻഷനായി. മക്കളോട് പറഞ്ഞു ഇങ്ങനെ കാണാനില്ല. അപ്പോൾ മമ്മി ടെൻഷൻ ആവണ്ട, ഞങ്ങൾ പറഞ്ഞു തരാം, മമ്മി തന്നെയാണ് ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഓരോ വഴി ഇങ്ങനെ പറഞ്ഞു തരാണ് കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചിട്ട്. അത് കുറേ ആകുമ്പോൾ അവർ അക്കൗണ്ട് നമ്പർ ചോദിക്കും. അക്കൗണ്ട് നമ്പറൊക്കെ ചെന്നൈയിലത്തെ വീട്ടിലാണ്. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ അവർ പറയും എവിടെന്നെങ്കിലും കിട്ടുമെന്നൊന്ന് നോക്കൂ പറഞ്ഞിട്ട് വയ്ക്കും. ഇങ്ങനെ 11:30 മണി വരയ്ക്കും ഞങ്ങൾ ടെൻഷൻ അടിച്ചു. 11:30 മണിക്ക് ഞാൻ ബാങ്കിലെ ഒരുത്തർ അറിയുന്നവരെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു 5 അക്ക നമ്പർ പറഞ്ഞിട്ട് എന്തോ സസ്പെക്റ്റിനോ എന്തോന്ന് അടിച്ചാൽ മതി, പെർമനൻ്റായിട്ട് അത് ബ്ലോക്കാവും, പിന്നെ നിങ്ങൾ ചെന്നൈയിൽ പോയിട്ട് നേരാക്കിയാൽ മതി എന്നായി. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പം മോൻ പറഞ്ഞു മമ്മി ഇതിപ്പോൾ ചെയ്തിട്ടില്ല, അവർ കൺഫേം ചെയ്യും, മമ്മി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കും, ടെൻഷൻ ആവണ്ട, ഇതൊക്കെ സഹജമാണ് എല്ലാവരെയും പോകണതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ ഷിപ്പിൽ നിന്നാണ് പാവം വിളിക്കുന്നത്, ജോലി സ്ഥലത്ത് നിന്ന്. അപ്പോൾ എന്നിട്ട് ഇരുന്നു. അപ്പോൾ ശരി ഞാൻ ഒരു 10 നിമിഷം വെയിറ്റ് ചെയ്യാം, നമുക്ക് 10 നിമിഷം എന്താ പറയുന്നത് കൺഫേം ആവുന്നുണ്ടോ എന്ന്. അങ്ങനെ വന്ന് കസാലയിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഭഗവാൻ പൂജാമുറിയിൽ നിന്ന് ഇങ്ങനെ നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ
എൻ്റെ കണ്ണ എന്തിനാ അമ്മയപ്പം നീ ഇങ്ങനെ പരീക്ഷിച്ച്? അമ്മ എല്ലാവർക്കും നല്ലതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എവിടെ പോയാലും അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യും, വയ്യാത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ തന്നെ നീഡിൽ കൊടുത്തു വിടും. എന്നെ കൊണ്ട് എന്താ കഴിയുന്നത് വെച്ചാൽ യോഗ എക്സസൈസ് പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും അങ്ങനെ ഇതായിട്ടുള്ളൂ. അപ്പോൾ എന്തിനാ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം തന്ന് നിങ്ങളുടെ ചോദിക്കാണ് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നല്ലോ. പെട്ടെന്ന് എനിക്ക് ഇവിടെ ഒരു നമ്മുടെ സേതും പറഞ്ഞിട്ടുള്ള മനോരമ പേപ്പറിൻ്റെ പ്രൊമോട്ടർ പെട്ടെന്ന് ആ കുട്ടിയെ ഓർമ്മ വന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് ആ കുട്ടിയെ ഓർമ്മ വന്നു. അപ്പോൾ വേഗം ഞാൻ ഫോൺ എടുത്തു. ആ കുട്ടിയെ ഒന്ന് വിളിച്ചാലോ, എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോൾ അപ്പം മനസ്സിൽ തോന്നി ദേവസ്ഥാനത്തിൽ പോയിട്ട് അന്വേഷിക്കാൻ പറയുന്നു. അതുവരെയ്ക്ക് ഈ കാര്യമൊന്നും എനിക്ക് ബോധത്തിലില്ല. അപ്പോൾ ദേവസ്ഥാനത്തിൽ അന്വേഷിക്കാൻ പറയാൻ തോന്നി. അപ്പോൾ ഞാൻ വേഗം വിളിച്ചു, മോനെ ഇങ്ങനെ സംഭവം ഉണ്ടായി, നീ ഒന്ന് ദേവസ്ഥാനത്തിൽ ഒന്ന് പോയിട്ട് അന്വേഷിച്ച് നോക്കുക പറഞ്ഞു. അപ്പോൾ അവൻ എവിടെയോ ബസ്സിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയ്യോ ചേച്ചി ഞാൻ അങ്ങനെ യാത്രയിലാണ്, ഞാൻ നമ്പർ അയക്കാം, ചേച്ചീനെ വിളിച്ചോളൂ പറഞ്ഞ് നമ്പർ അയച്ചെന്നു. ദേവസ്ഥാനത്തിലേക്ക് വിളിച്ചതാ. അപ്പോൾ അവിടെ നളിനി മാധവനല്ലേ നിങ്ങളുടെ പൗച്ച് ഇവിടെ ഉണ്ട്. 5 മിനിറ്റ് ആയില്ല. അപ്പം ഞാൻ ഭഗവാനോട് പറഞ്ഞില്ല. നോക്കൂ, രാവിലെ തന്നെ ഞാനത് പറഞ്ഞാൽ 5 മിനിറ്റിൽ എനിക്ക് കാര്യം കഴിഞ്ഞാൽ അത് ഭഗവാനോട് പറയാത്തപ്പോൾ എന്നിട്ട് 11:30 മണി വരയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ അടുപ്പിച്ചു. ഒന്ന് മനസ്സിലിങ്ങനെ സങ്കടം കണ്ടു ഒന്ന് നോക്കിയപ്പോഴേക്കും ഇത് ചടച്ചടാ മനസ്സിൽ വരലും വിളിച്ചപ്പോൾ അപ്പം എനിക്ക് സംശയം ഈ തിരക്ക് അഷ്ടമിരോടിക്ക് എന്ത് തിരക്കായിരുന്നു. അത്ര തിരക്കിൽ ഇപ്പോൾ എൻ്റെ ഒരു പൗച്ച് അങ്ങനെ കിട്ടുമോ, എനിക്കങ്ങനെ വിശ്വസിക്കാൻ വയ്യ. അപ്പം ഭഗവാന്റെ കളി തന്നെയാണ്. അത് മാത്രമല്ല ഇതിന് പിന്നാലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പിന്നെയും ചോദിച്ചു എൻ്റെ തന്നെയാണോ, ഞാനൊന്ന് ആരെങ്കിലും വിട്ട് ഒന്ന് കൺഫേം ചെയ്യട്ടെ. അപ്പോൾ ഡോക്ടർ നളിനി മാധവനില്ലേ നിങ്ങളുടെ തന്നെ എല്ലാ കാർഡും ഇങ്ങോട്ട് വന്നോളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പുറപ്പെട്ടു. 4:30 മണിയാകുമ്പോഴേക്കും വീട്ടിൽ ഇവിടെ എത്തി. പോയി നോക്കിയപ്പോൾ പൗച്ചും അതിൻ്റെ ഉള്ളിൽ ഒരു 500 ഉറുപ്പിക വെച്ചിരുന്നത് അടക്കം അങ്ങനെ തന്നെ ഉണ്ട്. ഈ ഗുരുവായൂരപ്പനൊരു പ്രത്യേകത ഉണ്ട്. ഗുരുവായൂരപ്പന് ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പ വിടില്ല, ഇവിടെ തന്നെ പിടിച്ച് നിർത്തും. അതേമാതിരി നളിനിയമ്മേനെ അതെ, വേറൊരു കളിയുണ്ട് ഗുരുവായൂരപ്പന് നമ്മൾ അടുക്കണമെങ്കിൽ നമുക്ക് അത്രയും സ്നേഹം നിറഞ്ഞ അടുത്തുള്ളവരൊക്കെ കട്ട് ചെയ്ത് വിടും. ഒരു ബന്ധനങ്ങളും വേണ്ട. ഞാൻ അനുഭവം കൊണ്ട് അറിഞ്ഞിരിക്കുന്നതാണ്. ഒരു ദയദാക്ഷിണ്യം ഇല്ലാതെ കട്ട് ചെയ്ത് വിടും. എന്തെങ്കിലും നിസ്സാര കാരണമായിരിക്കും, എത്രയും വേണ്ടപ്പെട്ടവരായിരിക്കും, പക്ഷെ അവരോടുള്ള അടുപ്പം എൻ്റെ അടുത്തേക്ക് നീ വരാൻ തടസ്സമാണെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, ഒക്കെ നിർത്തി. അത് ഭഗവാനെ മറ്റുള്ള ബന്ധങ്ങളിൽ നമ്മൾ പെട്ടുടരണ്ട, മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അതിൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചു എന്ന് പറയണം. ആദ്യമൊക്കെ നമുക്ക് ഇതൊന്നും അത്ര ബോധത്തിൽ ഏറില്ലല്ലോ. ഭയങ്കര സങ്കടമായിരുന്നു. എന്തിനാ കണ്ണാ നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ കുറേ അവനോട് സങ്കടപ്പെടലും വഴക്കിടലൊക്കെ ചെയ്തു. പിന്നെയാണ് നമുക്ക് കുറേ കാര്യങ്ങളിങ്ങനെ പിടിപെടുന്നത്. അപ്പോൾ ഈ പൊസസീവ്നെസ് എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഭഗവാനും കൂടിയിട്ടാണ്. അതെ. അപ്പോൾ അടുപ്പമുള്ളവരൊക്കെ പിന്നെ അത് നിർത്തി. വീട് ഇവിടെ തന്നെ ഒരു വീട് സൗകര്യത്തിന് വാടകയ്ക്ക് കിട്ടി, അത് നിൽക്കാൻ കഴിഞ്ഞു സ്വസ്ഥം. അപ്പോൾ ഏതായാലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്, ഈ കണ്ണൻ്റെ കാരുണ്യം ഉണ്ടെന്ന് ഉറപ്പാണ്. അങ്ങനെ എല്ലാവിധത്തിലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു ജീവിതമാണ്. എന്ത് മുൻജന്മ ഫലനോ എന്ത് ഭാഗ്യം ചെയ്തോ നമുക്കറിയില്ല. ഈ ചുമന്ന് ഭക്തരുടെ മുമ്പിലേക്ക് എത്തണം എന്നുള്ള ഒരു ഇത് ചുമന്ന് ഭഗവാനെ കൊണ്ടു നടക്കണ കാണാൻ എത്ര ഭക്തന്മാരിവിടെ നിൽക്കണം, അവർക്കും കൂടെ ഒരു കാരുണ്യം. ചെന്നൈയിലുണ്ടായിരുന്നതാണ്. എൻ്റെ നാട്ടിൽ തന്നെ എന്നെ ആർക്കും അറിയില്ല. എന്നെ കൊണ്ടുവന്ന് നിർത്തി എൻ്റെ കയ്യിൽ കയറി കൂടി ഭക്തരുടെ മുമ്പിലേക്ക് എത്തി അവരുടെ ഭഗവാന്റെ കാര്യങ്ങൾ എൻ്റെ നാവുകൊണ്ട് പറയിപ്പിച്ച് എത്ര പേർക്ക് ഇപ്പോൾ ഇവിടെ വന്ന് യൂട്യൂബ് ഇപ്പോൾ ലോകം മുഴുക്ക പറഞ്ഞ പോലെ എന്നെ അറിയാത്തവരില്ല. ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം തന്നെ എനിക്കറിയില്ല. ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനെ ലോകം മുഴുവൻ അറിയിപ്പിക്കാൻ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് തന്നെ സംശയം. ഞാൻ ഇത്രയും ഭക്തയാണോ എനിക്ക് ഭഗവാന്റെ കണ്ണിലാവാം, അതല്ലേ തീർച്ചയായിട്ടും. മനുഷ്യന്മാരുടെ കണ്ണിലുള്ളതല്ല നമ്മൾ നോക്കണ്ടേ, ഭഗവാന്റെ കണ്ണിൽ എങ്ങനെയാണ് ഭഗവാന്റെ കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ദീക്ഷ എടുക്കാനുള്ള ശ്രമത്തിൽ ഞാൻ കുറേ ആയി ശ്രമിക്കുന്നു. 100 മാല ഏകാദശിക്ക് ജപിക്കും, നിർജ്ജലം എടുക്കും, 100, 108 ആയിട്ട്. പക്ഷേ ദീക്ഷ എടുക്കുന്ന സമയം എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്കതൊരു തടസ്സമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കലാണ്. അത് ഉറക്കത്തിലാണോ
എൻ്റെ അമ്മയെക്കാട്ടിലും ഒരു വലിയ സ്ഥാനമാണോ ദീക്ഷ വാങ്ങിയിട്ട് പേരെടുക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നി, അതിങ്ങനെ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ അതങ്ങോട്ട് ഒഴിവാക്കാവുന്ന അത് എൻ്റെ അമ്മയെക്കാട്ടിലും വലിയ സ്ഥാനമാണോ ദീക്ഷ വാങ്ങല്, എൻ്റെ അമ്മയായിട്ട് ഇരുന്ന പോരെ എന്നിങ്ങനെ ചോദിക്കുക. അത് എൻ്റെ മനസ്സിലിങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിയാണോ അല്ല എൻ്റെ തോന്നല എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഈ മനുഷ്യന്മാരുടെ ആ ബുദ്ധി മറ്റതും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം. പക്ഷേ ഭഗവാന്റെ അമ്മയായിട്ട് തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ ഭഗവാന് സേവനമാണ് ദീക്ഷ വാങ്ങല്. അപ്പോൾ എന്നെ ചുമന്ന് നടക്കുന്ന സേവനത്തിനെക്കാട്ടിലും വലുതാണോ മറ്റേ സേവനങ്ങൾ എന്നാണ് അടുത്ത് എന്നെ തോന്നിപ്പിക്കലാണ് ഇട്ടത്. എനിക്ക് മനസ്സിലും തോന്നി. എനിക്കറിയില്ല ഭഗവാന്റെ എന്തൊക്കെ ലീലകളാണ് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു. അതെ, ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ അമ്മയായിട്ട് നടന്ന് ആ ഒരു ഇത് എല്ലാ ഭക്തന്മാരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മമാണ്. അതെ, എൻ്റെ ഇനിയത്തെ ജന്മം അതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കർമ്മം ഫലമായിട്ട് നേരിട്ട് എന്നും ഇതേമാതിരി ഭഗവാനെടുത്ത് മറ്റുള്ള ഭക്തന്മാരെ എല്ലാവരെയും കാണിച്ച് ആ ഒരു ഇത് ഭഗവാന്റെ ഇഷ്ടം നമ്മൾ കൊണ്ടു നടക്കുക. അതിനുള്ള ഒരു ആരോഗ്യ സൗഖ്യം നളിനിയമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ നൽകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഹരേ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണ കാരുണ്യ സിന്ധു കൃഷ്ണ ആപത് ബാന്ധവ കൃഷ്ണ